ശന്തനുവിൻ്റെ ചരിത്രം പരിശോധിക്കണമെങ്കിൽ നമുക്ക് യയാതിയുടെ ചരിത്രം പരിശോധിക്കണം. കാരണം യയാതിയിൽ നിന്നാണ് ഈ ശന്തനു പൂരുവംശത്തിൻ്റെ ഉൽപ്പത്തി. പൂരുവംശം, പൗരവവംശം, കൗരവവംശം, കുരുവംശം എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഉൽപ്പത്തി സ്ഥാനം വാസ്തവത്തിൽ യയാതിയിൽ നിന്നാണ്. അപ്പം എന്താ യയാതിയുടെ കഥ? നമുക്കിനി യയാതിയുടെ കഥ എന്താണെന്ന് അന്വേഷിക്കാം. ഈ യയാതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പ് കുറേ രാജാക്കന്മാരുണ്ട്. ആദ്യം ദക്ഷൻ എന്ന് പറയുന്ന പ്രജാപതി. ദക്ഷ പ്രജാപതിയുടെ മകളാണ് അദിതി. അദിതിയുടെ മകനാണ് വിവസ്വാൻ. വിവസ്വാൻ്റെ മകനാണ് മനു. മനുവിൻ്റെ മകനാണ് ഇള. അതാണ് പകുതിയാണും പകുതി കൊണ്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇളയുടെ മകനാണ് ഈ പുരൂരവസ്. പുരൂരവസിൻ്റെ മകനാണ് ആയുസ്. ആയുസിൻ്റെ മകനാണ് നഹുഷൻ. നഹുഷൻ്റെ മകനാണ് യയാതി.